ഹലോ ഗൈസ്, അപ്പം നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ കോളേജിലൊരു പരിപാടി നടക്കുന്നുണ്ട്, ഫാഷൻ ഷോ. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ വരുന്നത്. ഈ കുട്ടിയാണ് എൻ്റെ പേര്. ഓക്കെ, ഹലോ പറ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട്. ഓക്കെ, ഇവിടെ ഒരു കുട്ടി ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ ഫസ്റ്റ് വ്ലോഗ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കാണിച്ചത് എവിടെ ഉണ്ട് എന്തിനാ സംഭവം എനിക്ക് ആക്ച്വലി മനസ്സിലായി. ഓക്കെ, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇവിടെ നമുക്ക് നമ്മുടെ ക്ലാസ് റെപ്പാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യണത്. ഓക്കെ, പ്ലീറ്റ് എടുക്കാനും പറ്റും. അപ്പോൾ എല്ലാ പരിപാടിക്കും അപ്പോൾ എൻ്റെ ഉണ്ട് തന്നെ ഡ്രസ്സ് ഇടണം. ഒരു കുത്തപ്പിന്നാറ് കണ്ടോ ഗൈസ്? റെപ്പേ കുത്തപ്പിന്നാർ ഒന്ന് മേലോട്ട് നോക്ക്. അനിത്യാണ് ഗൈസ് എനിക്ക് പ്ലീറ്റ്സ് എടുത്തിരുന്നത്. നോക്കൂ, നല്ല വൃത്തിയായിട്ട്. ഞാൻ ആക്ച്വലി എടുത്താണ്, രസമില്ല. ഓക്കെ ഓക്കെ ഗൈസ്, അവിടെ ഒരു ക്ലാസ് റെപ്പാണ് അവിടെ പ്ലീറ്റ്സ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഇവിടെ അനിത കൊള്ളാം. ഇവിടെ ഒരാൾ എന്താ നോക്കിക്കൊണ്ടിരിക്കണേ? ഇവിടെ മേക്കപ്പ് എന്നെ ഒരുക്കാൻ വന്നാണ്. എന്നെ ഒരുക്കാൻ വന്നിട്ട് ദിവ്യാണ് ഒരുങ്ങണ് ഗൈസ്. സീനിയേഴ്സൊക്കെ പോണു ഗൈസ്. ഹായ് ഗൈസ്, ഞാൻ ഹെയർ സ്റ്റൈൽ ആർട്ടിസ്റ്റാണ്. ഇവിടെ ഇപ്പോഴേ തുടങ്ങി ഗൈസ്. എവിടെ ലിപ്സ്റ്റിക്ക് നമ്മൾ പുതിയ ഫോൺ കവർ ഉണ്ട് കേട്ടോ. അതിൽ നമ്മളിങ്ങനെ ചെയ്യും. ഇപ്പോഴത്തെ ട്രെൻഡി ആയിട്ടുള്ളൊരിത് കാണിക്കാൻ പോകണം. ട്രൈ ചെയ്യാം കേട്ടോ. നമ്മൾ എൻ്റെ ഈ ചെറുതാണ് കേട്ടോ. അങ്ങനെ ക്ലാസ് കഴിഞ്ഞ് നമ്മൾ ഗ്രീൻ റൂമിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്നാണ് വീഡിയോ എടുക്കുന്നതെന്ന് പറഞ്ഞിട്ട് എന്നെ വഴക്കുറവുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് എൻ്റെ ഇന്നത്തെ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത്. എങ്ങനെയുണ്ട്, കാണാൻ രസമുണ്ടോ? നമ്മുടെ നന്ദന ഫാഷൻ ഷോയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നന്ദന ഒരുയോ? ഇതിനൊന്നും ഒരു കുറവില്ല. ഇപ്പം എനിക്ക് മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് രേവതി ആട്ടോ. രേവതി ഓക്കെ, അപ്പോൾ രേവതിയെ പറ്റി പറയുവാണെങ്കിൽ ഷീസ് എ ഡാൻസർ, സിനിമാറ്റിക് ഡാൻസർ ആട്ടോ. ആൻഡ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് നമിതയാണ്. രണ്ടുപേരും എൻ്റെ ക്ലാസ്സിൽ തന്നെയാണ്. ഇപ്പം ഇവർ മേക്കപ്പ് ചെയ്യാന്നൊരൊറ്റ റീസണിൽ ടീച്ചറടുത്ത് പെർമിഷൻ ചോദിച്ചിട്ട് ക്ലാസ് കിട്ടിയത് നടക്കുന്ന ആൾക്കാരാണ് കേട്ടോ. അങ്ങനെ വന്ന് എനിക്ക് മേക്കപ്പ് ചെയ്തതെന്നാണ്. പക്ഷെ എന്നിരുന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ ഒരു മേക്കപ്പ് ചെയ്യുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. പക്ഷേ ആ കണ്ണെഴുതിയത് കുറച്ചൊന്ന് കൂടിപ്പോയോ എന്നൊരു സംശയമില്ലാതില്ല. ആ വാല് കുറച്ച് കൂടിപ്പോയോന്ന്. എന്നാലും കുഴപ്പമൊന്നുമില്ല. ഫൈനൽ ലുക്ക് അത്യാവശ്യം ഓക്കെ ആയിരുന്നു എന്ന് തോന്നുന്നു. പിന്നെ ലിപ്സ്റ്റിക്കും അതേപോലെ ഭയങ്കര കട്ടിക്കായിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഞാൻ അങ്ങനെ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാറില്ല. അഥവാ യൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ ഭയങ്കര മിനിമലായിട്ട് മാത്രമേ ഉപയോഗിക്കാറുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇത് നേരെ ഓപ്പോസിറ്റ്, ഭയങ്കര കട്ടിക്കായിപ്പോയി. താഴെ കണ്ണെഴുതി തരുന്നത് ജംഷി ടീച്ചറാട്ടോ. ഞങ്ങളുടെ സെയിം ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെയുള്ള ടീച്ചറാണ്. ആൻഡ് ഫസ്റ്റ് സെമ്മിൽ എൻ്റെ ട്യൂട്ടറായിരുന്നു ജംഷി ടീച്ചർ. ജസ്റ്റ് കണ്ണെഴുതി ലിപ്സ്റ്റിക്ക് ഇട്ടപ്പോൾ തന്നെ എൻ്റെ ലുക്ക് ഇങ്ങനെയാണ് ഗൈസ്. എനിക്ക് കുഴപ്പമില്ല, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ആ റിയാക്ഷനാണ് നിങ്ങൾക്ക് എൻ്റെ ഫേസിൽ കാണാൻ പറ്റുന്നത്. മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ? പിന്നെ എനിക്ക് ടീച്ചറാണ് എനിക്ക് എല്ലാം ഒന്ന് ശരിയാക്കി തന്നത്. ഞാൻ ടീച്ചറുടെ അടുത്ത് ഓൾറെഡി നാളെയാണ് പരിപാടിയെങ്കിൽ ഇന്ന് തന്നെ ടീച്ചറുടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ടീച്ചർ എനിക്ക് ഇതേപോലൊന്ന് സെറ്റ് ചെയ്ത് തരാൻ പറ്റുമോ? ഫോട്ടോ ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ.
അപ്പോൾ അതേപോലെ ടീച്ചർ എനിക്ക് അതേപോലെ തന്നെ ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ ടീച്ചർ എനിക്ക് ചെയ്തു തന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. താഴെ കണ്ണീർ മുന്നേ ടീച്ചർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നല്ല പ്രശ്നമുണ്ടോ, കണ്ണ് നിറയോ എന്നൊക്കെ. ചെറിയൊരു പ്രശ്നമുണ്ട്. ടീച്ചറെ അടുത്ത് പറഞ്ഞപ്പോൾ അതിനനുസരിച്ച് കണ്ണ് നനയിക്കാതെ ടീച്ചറിൻ്റെ കണ്ണൊക്കെ എഴുതി തന്നെ. പിന്നെ എന്നെ ഒരുക്കാൻ വന്നവരാണെങ്കിൽ ഭയങ്കര സപ്പോർട്ടാട്ടോ. എന്താ പറയാന്ന് വെച്ചാൽ എനിക്ക് ഏതാ ചേരുന്നത് ചേരാത്തത് ഏത് കുറച്ച് ഓവറാണെങ്കിൽ എല്ലാത്തിനും എന്നേക്കാൾ അഭിപ്രായ സ്വാതന്ത്ര്യമുള്ളവരാണ് എൻ്റെ കൂടുതൽ. അതുകൊണ്ട് എല്ലാവരുടെ അടുത്ത് ചോദിച്ചും പറഞ്ഞൊക്കെയാണ് ഓരോന്നും ചെയ്തുകൊണ്ടിരുന്നത്. എനിക്ക് കാണുമ്പോൾ കമ്മലിട്ട് വേഗം എന്നിട്ട് വേണം വീഡിയോ ഓഫ് ആക്കാൻ. നീ കമ്മലൂര് നിൽക്കുമല്ല, നമ്മൾ നിർത്തും. എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഒരു സ്റ്റേജിൽ ഇങ്ങനെ മോഡലായിട്ട് ഇങ്ങനെ ഒന്ന് പെർഫോം ചെയ്യണമെന്ന്. ചുമ്മാ ഞാൻ വീട്ടിലിങ്ങനെ കുറേ ഇങ്ങനെ ട്രൈ ചെയ്യാറുണ്ട്. എന്നിരുന്നാലും ഇങ്ങനൊരു എല്ലാവരും കണ്ട് ഇങ്ങനെ എനിക്ക് ആഗ്രഹമായിരുന്നു, ഭയങ്കര ഇഷ്ടമായിരുന്നു. പ്രൈസൊക്കെ പിന്നെ എല്ലാം വീഡിയോ ആയിരുന്നു. എൻ്റെ ആഗ്രഹം നടന്നു എന്നുള്ളതിൽ ഭയങ്കരധികം സന്തോഷമുണ്ട്. കുളിപ്പിന് കിട്ടാ പോരെ? കുളിപ്പിന് എന്തെങ്കിലും ഒന്ന് ചെയ്യാനടി. അതിന് ചിരിക്കണോ? അത് ആറ്റിറ്റ്യൂഡ് ഇട്ട് നിൽക്കണോ? ചിരിക്കണം. ചിരിക്കണോ? ഇതിന് അതിനിടാൻ പോയി അവര് തക്കാളി കൊണ്ടിരിക്കുകയാണ്. നന്ദന വന്ന് കണ്ണടച്ച് നന്ദന ദിയമോൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. അനിത, ഇതാണ് നമ്മുടെ അനിത. അനിതയല്ല, മരിയക്കുട്ടിയാണ് ഒരുക്കുന്നത്. കോൺഫിഡൻസ് ഉണ്ടോ? സെറ്റല്ലേ? ഹൈറാക്ക്. നിനക്കോ? നിന്നോട് ഞാൻ ചോദിക്കട്ടെ, ഉണ്ടോ? സെറ്റല്ലേ? കൂടെ നിങ്ങൾ ഞാൻ എൻ്റെ കുട്ടി അല്ലേ? ലിപ്സ്റ്റിക് ഓവറല്ലേ? ഇല്ലടി, നന്നായിട്ട് ചേരുണ്ട്. എനിക്ക് കളർ ചേരുണ്ട് കുട്ടാ. പക്ഷെ ഒരുമാതിരി ഉണ്ട്, എൻ്റെ പൊട്ടില്ല. ചെറുതായിട്ടൊരു പൊട്ടിൻ്റെ കുറവുണ്ടായിരുന്നു, അതിപ്പോൾ കംപ്ലീറ്റ് ആയി. ഇതാണ് ഞങ്ങളുടെ ഫൈനൽ ലുക്ക്. ഞങ്ങൾ ഇങ്ങനെയാണ് അവിടെ പെർഫോം ചെയ്യാൻ പോകുന്നത്. എല്ലാം നേഴ്സായിട്ടില്ല. ഏത് ഔട്ട്ഫിറ്റാണ് കൂടുതൽ നല്ലതെന്നും കൂടെ കമൻറ്റ് ചെയ്യാം. കണ്ണ് ഓവറായോ എന്നൊരു സംശയം. എന്താവുന്ന ഒരു ഐഡിയ ഇല്ലൊക്കെ. ഭയങ്കര ടെൻഷനും മറ്റൊക്കെ കാരണം നമുക്ക് പെർഫോമൻസ് ഒന്നും കാണാൻ പറ്റിയിട്ടില്ല. നമ്മൾ ഫുൾ ഡ്രീം റൂമിൽ തന്നെയായിരുന്നു. ചെസ് നമ്പർ അടുക്കും തോറുമുള്ള ഒരു ടെൻഷനും കൂടി വരുമായിരുന്നു. ഇപ്പോൾ ഈ വോയിസ് ഓവർ ചെയ്യുമ്പോൾ എനിക്ക് ചിരി വരുന്നുണ്ടെങ്കിൽ ആ സമയത്തുള്ള ഞാൻ പോയിട്ട് വരാം. ഓൾറെഡി ഷോർട്സായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടിട്ട് വരിക. അപ്പോൾ പരിപാടി എല്ലാം കഴിഞ്ഞു. പ്രൈസ് അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവരൊക്കെയാണ് കേട്ടോ വിന്നേഴ്സ് എന്ന് പറയുന്നത്. നമുക്കിതിൻ്റെ ഇടയിൽ കുറേ കാര്യങ്ങൾ ഞാൻ വിട്ടിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ
പരിപാടി കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് ക്ലാസ് ഉണ്ടായിരുന്നു ഗൈസ്. അതുകൊണ്ട് ബാക്കിയുള്ളതൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവരൊക്കെയാണ് നമ്മുടെ വിന്നേഴ്സ് എന്ന് പറയുന്നത്. ഹലോ ഗൈസ്, അപ്പോൾ അങ്ങനെ പരിപാടികളൊക്കെ കഴിഞ്ഞു. പരിപാടി കഴിഞ്ഞിട്ട് ലാസ്റ്റത്തെ കോളാണ്. നമ്മളിപ്പോൾ കോളേജിൽ നിന്ന് ഇറങ്ങി. എനിക്ക് പതി വെച്ച് വീഡിയോ ഡ്രോപ്പ് ചെയ്യേണ്ടിയിരുന്നു, എടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി ബസ്സിൽ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്ത് കൂടെ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ.